ടോമിച്ചേട്ടു ഇപ്പൊ പറമ്പിന്ന് 70 കിലോ ചേട്ടൻ ഈ കുമ്പളങ്ങ തൂക്കി പറ്റൂ. ഇപ്പൊ ഇത് എന്തിനാ ചെത്തണേ? ഇത് കുമ്പളങ്ങയല്ലേ? അതെന്തിനാ ചെത്തണേ? സുഹൃത്തുക്കളെ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ കുമ്പളങ്ങയുടെ കൊണ്ട് എന്താണ് ഗുണം, എന്താണ് ഇതിൻ്റെ വിറ്റാമിൻ, എന്താണ് ഇതിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്, എന്താണ് ഇതിനു വേണ്ടിയുള്ള ഗുണഫലങ്ങൾ എന്ന് നിങ്ങളോട് പറയണം. നമ്മൾ മൂത്രം ഒഴിക്കുന്ന മാല് തന്നെ ഈ മൂത്രത്തിൻ്റെ മാലിന്യം ഈ കുമ്പളത്തിൻ്റെ നീര്. അപ്പോൾ ഈ നീര് ചെത്തണത് ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചാലേ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, അതുപോലെ തന്നെ മറ്റെല്ലാ രോഗങ്ങൾക്കും ഇത് വേവിച്ചായാലും പുഴുങ്ങിയായാലും ഭക്ഷണം വെച്ച് കഴിച്ചാൽ അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്കറിയാം. കുമ്പളങ്ങ പഴുക്കാന്ന് പറഞ്ഞ ജീവിതത്തിൽ വലിയൊരു കേട്ടുണ്ടാവും. കുമ്പളങ്ങ ഞെഞ്ഞിരിക്കും. എല്ലാ കുമ്പളങ്ങകളും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞോടത്തോളം ശരി കല്ല് പോലെ ഇരിക്കുക. നാടനല്ലാത്ത നാടനെന്ന് പറഞ്ഞും ഞെഞ്ഞിരിക്കും കുമ്പളങ്ങ. ആ ഞെങ്ങനെ കുമ്പളങ്ങ മനസ്സിലാക്കിക്കോ. 2 ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുമ്പോൾ ആ കുമ്പളങ്ങയുടെ ഗുണം നാടനല്ല എന്നുള്ളത്. ആ സാധനം അടിച്ചു കുടിച്ചാൽ ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഈ നാടൻ കുമ്പളങ്ങ കിട്ടാവുന്നത് നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് ഏറ്റവും ഔഷധ ഗുണമാണ്. അതുപോലെ തന്നെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ പ്രമേഹ രോഗം വളരെ കുറയും. അതുപോലെ തന്നെ ഷുഗറും കുറയും. ഈ മരുന്ന് അടിച്ച് കുടിക്കണം, ഇത് നിങ്ങൾ ഉപയോഗിക്കണം, ഇത് കണ്ട് പഠിക്കണം, ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൂടി ഷെയർ ചെയ്യണം. ഇത് നേരം പോക്കിന് പറയുന്നതല്ല കേട്ടോ സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കർഷകനല്ല, നുണ പറയില്ല. ഞാൻ ഉള്ള സത്യമേ പറയാറുള്ളൂ. ഇത് നിങ്ങൾ കണ്ട് പഠിക്കണം. ഒരു 10 ദിവസം കൂടുതൽ ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ പറയുന്നത്, ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കണ്ടു പഠിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഇത് വിലയിരുത്തുന്നതിന് വേണ്ടി, കുറച്ച് നാൾ കൂടുതൽ ദീർഘായുസ് ഉണ്ടാകുന്നതിന് വേണ്ടി, കുറച്ച് നാളത്തേക്ക് കൂടുതൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. 10 ദിവസം കൂടി കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, ജീവിക്കില്ലാന്നുള്ളവർ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നു. നുണയോ ചതിയോ കളവോ എനിക്കറിയില്ല. ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ പറയുള്ളൂ. അത് നിങ്ങൾ കേൾക്കുക, കാണാൻ, മനസ്സിലാക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, കുമ്പളങ്ങ ചെത്ത് കഴിഞ്ഞു. നിങ്ങളിത് കാണണം, കാണാതെ പോകരുത്. ഇതിൻ്റെ സത്യം മനസ്സിലാക്കണം. ഇത് നിങ്ങൾ പകർന്ന് നൽകണം, ഇത് ഉപയോഗിക്കണം, ആരോഗ്യം ഉണ്ടാവണം. ഇതിൻ്റെ ചോറ് കളയാൻ പോകണം. കണ്ടാ, ചോറ് കളഞ്ഞതേ. നിങ്ങളിത് കാണണം, കാണാതെ പോലും സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുക, ഇതിൻ്റെ സത്യം മനസ്സിലാക്കാം. ചോറ് കളയണതേ, ചോറ് കളഞ്ഞു. എന്താ ഇപ്പം നീ ചെറുതാക്കി മിക്സിയിൽ എന്താ അടിക്കാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിൽ കാട്ടി തരണം. വീണ്ടും നിങ്ങളിത് പഠിക്കാനും നിങ്ങൾ മനസ്സിലാക്കാനും കുറച്ച് നാൾ കൂടുതൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായ? കുറച്ച് നാൾ കൂടുതൽ ജീവിക്കാൻ ഒരു കൃത്യമോടില്ല, ഒരു കൃത്യമൊന്നും ഇല്ല. അടിക്കുമ്പോൾ മൊത്തം അടിക്കാൻ നമുക്കായിട്ടാണ്. അല്ല, നാച്ചുറലായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ബാക്കിയുള്ളവരുടെ മാലിൽ വെറുതെ കാട്ടണ പരിപാടിയല്ല. ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നതല്ലാട്ടത്. ഇത് കണ്ട് പഠിക്കുന്നതിന് വേണ്ടി, പഠിപ്പിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്. എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഇതൊക്കെയാണ്. മനസ്സിലായ? ഇതിൻ്റെ നീര് വളരെ ഗുണം ചെയ്യും ശരീരത്തിന്, ഔഷധ ഗുണം. ഞാൻ ഇതൊക്കെ ചെത്തണം. എന്താ വെച്ചാൽ ഒരു കഷ്ണം വേണ്ടു എന്നാലും മൊത്തം ചെത്തിക്കളയുന്നത് കേട് വരുത്തുമ്പോഴോ കരുതേണ്ടതേ. തുണ്ടി ചെത്തി കളയുന്നത്, ചോറ് കളയുന്നത്, ചോറ് കളഞ്ഞതേ. ഇനി വേറെ വീഡിയോകളുണ്ട്, വേറെ പല രീതിയിലുള്ളതുണ്ട്. പക്ഷെ അതിപ്പോൾ ഞാൻ നിങ്ങളെ കാട്ടി തരില്ല. കുറച്ച് കാട്ടി തരുന്നതായിരിക്കും. നിങ്ങൾക്കിത് മനസ്സിലാക്കുന്നതായിരിക്കും, കണ്ടുപിടിക്കാവുന്നതായിരിക്കും. ഞാനൊരു ഡോക്ടറൊന്നും അല്ലാട്ടാ, ഞാനൊരു കർഷകനാണ്, ഒരു കൃഷിക്കാരനാണ്. ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ വളർന്നാണ്, ഒരു കർഷകൻ്റെ വീട്ടിൽ കണ്ടും കേട്ടും പഠിച്ചും വളർന്നാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ നിങ്ങളെ കാട്ടിത്തരുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി അല്ലാട്ടാ. ഇത് ജീവിക്കുന്നതിന് വേണ്ടി, ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി കാട്ടിത്തരുന്നതാ, കണ്ടുപിടിക്കാൻ. ഇതാ തിരക്കുള്ളതുകൊണ്ട് ഞാൻ തിരിച്ച് വലുപ്പാക്കി നോക്കണം. ചെറുതാക്കി നോക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കയ്യിലാണത്. ഇത് വളരെ ഔഷധ ഗുണമുള്ള മരുന്നാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ഇതിൻ്റെ ഗുണഫലങ്ങൾ വിലയിരുത്തുക. ഇത് ശരീരത്തിന് ഔഷധ ഗുണമാണ്. ഒരു ചായ കുടിക്കുന്നതിൽ ടേസ്റ്റ് ഉണ്ടാവും ഇത് കുടിച്ചാൽ.
അപ്പുറം കുറച്ച് വെള്ളം ഒഴിക്കാതെ അടിയാൻ വേണ്ടിയില്ലേ, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അടിയാൻ. പഠിക്കാനും പോണേട്ടാ, വേറെ പണികളൊന്നും ഇല്ല. ഓണാക്കാതെ പോണേട്ടാ. അടി കഴിഞ്ഞു സുഹൃത്തുക്കളെ. എന്താ അടി കഴിഞ്ഞ് എടുക്കണ്. കുറച്ചുകൂടി വെള്ളം കൂടുന്നതിന് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഇനി അരിക്കാൻ പോണത് കണ്ടിട്ടോ. അരിക്കൽ കഴിഞ്ഞു സുഹൃത്തുക്കളെ, ഇത് അരിക്കൽ കഴിഞ്ഞു. ഗ്ലാസ്സിലേക്ക് പരത്താൻ പോണേ, കുടിക്കാൻ പോണേ. ഗ്ലാസ് കണ്ടില്ലേ? അരിക്കൽ പരിപാടി കഴിഞ്ഞു. എത്ര വേണ്ട എത്ര വേണ്ട. നിങ്ങളിത് കാണണം. ഇത് ഞാൻ കുടിക്കാൻ പോണ്. ഇതിൻ്റെ ഗുണഫലങ്ങൾ അറിയണം. ഇത് നിങ്ങൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ചെന്നാൽ രോഗങ്ങൾ വളരെ കുറയും. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, രോഗങ്ങൾ വളരെ കുറയും. ഇത് ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ഒന്ന്. രണ്ടാമത് പ്രഷർ രോഗികൾ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ ഔഷധ ഗുണമുള്ള മരുന്നാണ്. അതുകൂടാതെ തന്നെ ഇത് പുഴുങ്ങിയായിട്ടും ഭക്ഷണം വെച്ച് എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയാൽ പറഞ്ഞത് സത്യസന്ധമായ കൃഷിക്കാരൻ്റെ ഇത് മേടിക്കണം കേട്ടോ. അല്ലാണ്ട് കടകളിൽ നിന്ന് പോയി മേടിച്ച് കൊണ്ടുവന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. നല്ല സാധനങ്ങൾ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘായുസുണ്ടാവും. 10 ദിവസം കൂടി കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഇത് കാണാതെ കണ്ട കള്ളിൻ്റെ കളറാണ്. കള്ള് കണ്ട ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കള്ളാണെന്ന് പറയുള്ളൂ. ഒരു കൃത്രിമം ചെയ്തല്ല. അതേ കുടിക്കാനേ പോണേ. അല്ല കള്ള് കുടിക്കണമല്ല. കള്ളിനെ ടേസ്റ്റ. പഴങ്കഞ്ഞൾ എങ്ങനെ പണ്ട് കാലത്ത് മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കി അമ്മ ഒരു 10-30 കൊല്ലം മുന്നേ നെല്ല് കുത്തി അരി ഉണ്ടാക്കി ആ അരിയുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇത് കുടിച്ചാൽ. ഇന്നത്തെ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കാമോ? അന്ന് കഴിച്ചിരുന്നപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുടിച്ചിരുന്നത്. ആ വെള്ളത്തിൻ്റെ രുചിയാണ് ഇന്ന് ഈ സാധനത്തിന്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇതിൽ കൊടുക്കേണ്ടത് ഇത് നോക്കാം. ആൾ കുടിച്ചിട്ട് ആൾ വിവരം പറയും. നോക്കാതെ ആൾ കൊടുക്കുന്നത് തന്നെ ഗുണഫലങ്ങൾ ആൾ പറയും. ഗുണമാണോ ദോഷമാണോ തെറ്റണോ അതിൻ്റെ വില അടിപൊളി നന്നായിട്ടുണ്ട്.